കോർണക്കി ഫുട്ബോളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലത്തെ ഒരു ക്രേസി മാച്ച്, ഇന്റർ ബാർസലും തമ്മിലുള്ള ഒരു ക്രേസി മാച്ച്. അടി തിരിച്ചടി, വീണ്ടും അടി, വീണ്ടും തിരിച്ചടി. എൻ്റെ മോനെ, ഒരു രക്ഷയില്ലാത്ത കളി തന്നെയല്ലേ. കാരണം ഒരു സെമി ഫൈനൽ, ഒരു പ്രോപ്പർ സെമി ഫൈനൽ, ചാമ്പ്യൻ ലീഗിന്റെ സെമി ഫൈനൽ എന്ത് പ്രതീക്ഷിച്ചോ ആ ഒരു സൂപ്പർ മാച്ചാണ് ഇന്നലെ കാണാൻ സാധിച്ചത്. അത് തന്നെ 26ാമത്തെ സെക്കൻഡ് ഒരു UEFA ചാമ്പ്യൻ ലീഗ് സെമി ഫൈനലിൽ ഒരു ചരിത്രത്തിന് ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള ഗോളാണ് ഇന്നലെ ആ തുറാമിന്റെ വക. ഒരു ബാക്ക് ഹീൽ കൊണ്ട് ഒരു ഗോള്, 2 ഗോൾ അടിക്കുന്നു, 2 ഗോൾ തിരിച്ചടിക്കുന്നു, വീണ്ടും ഒരു ഗോൾ അടിക്കുന്നു, വീണ്ടും ഗോൾ തിരിച്ചടിക്കുന്നു. ഒരു പ്രോപ്പർ ഒരു സൂപ്പർബ് സെമി ഫൈനൽ മാച്ച്. ഇന്ത്യ സംബന്ധിച്ചിട്ട് നോക്കിയാൽ അവർ ആ ഫിസിക്കൽ സ്ട്രെങ്ത്, ബാർസലോണയുടെ ആ പ്ലേയേഴ്സിനെ വെച്ച് ഓരോ സെറ്റ് പീസ് നോക്കുകയാണെങ്കിൽ ബാർസലോണ പ്ലേയേഴ്സ് മെൻസ് വേസ് ബോയ്സ് എന്ന് വേണം പറയാം. കാരണം സെറ്റ് പീസിൽ ബാർസലോണ പക്ക. കാരണം കഴിഞ്ഞ റയൽമാന്റെ കളി നോക്കിയാലും അവിടെ ഒരു സെറ്റ് പീസിന്റെ എറർ ബാർസലോണ ആ ഒരു രീതിയിൽ കാണുന്നുണ്ടായിരുന്നു. ഓപ്പൺ പ്ലേ, അറ്റാക്കിംഗ് പ്ലേ, പൊസിഷൻ പ്ലേ ഒക്കെ സൂപ്പർ തന്നെയാണ്. കാരണം അതിൽ ബാർസലോണ ഇത് ചെയ്യാൻ ഇന്നലെ ഇന്ത്യനെ കൊണ്ട് സാധിച്ചില്ല. പക്ഷേ സെറ്റ് പീസിൽ അതുപോലെ തന്നെ ഇന്നലത്തെ ഏരിയ ഡൂൾ വിൻസിൽ നോക്കിയാൽ 13 ഇന്റർ വിൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ ബാർസലോണയ്ക്ക് ആയിക്കൂടി 3 മാത്രമേ വിൻ ചെയ്യാൻ സാധിച്ചുള്ളൂ. അത് തന്നെ മാർട്ടിൻ ഡംഫ്രീസ്, എൻ്റെ മോനെ, ഡംഫ്രീസിന്റെ ക്രോസ് ലാവ്, ഡംഫ്രീസിന്റെ ആ ഗോള് ഒരു രക്ഷ. കോർണറിൽ നിന്ന് ബൈസൈക്കിൾ ഗോളാണ് അത്, ഒരു രക്ഷയില്ലാത്ത ഗോൾ. അത് ഡംഫ്രീസ് തന്നെയാണ് ബാർസലോണയ്ക്ക് മൊത്തത്തിൽ ഒരു തലവേദന സൃഷ്ടിച്ചതെന്ന് വേണം പറയാൻ. അതുപോലെ തന്നെ ലാമിൻ യമാൽ, ഡാൻസിങ് യമാൽ, 17 വയസ്സ്. ലാമിൻ യമാലിന്റെ ഈ 17 വയസ്സിൽ ആ ഒരു ഇത് കരിയർ എടുത്ത് നോക്കിയ ആ സമയം 17ാമത്തെ വയസ്സിൽ 19 അപ്പിയറൻസ് മാത്രമേ ക്രിസ്ത്യാനോ റൊണാൾഡോയെ കൊണ്ട് സാധിച്ചുള്ളൂ. അതിൽ 5 ഗോളും 4 അസിസ്റ്റും ക്രിസ്ത്യാനോ റൊണാൾഡോ നേടിയിട്ടുണ്ട്. എന്നാൽ ലയണൽ മെസ്സിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ 9 അപ്പിയറൻസ് മാത്രമേ ലയണൽ മെസ്സി ആ 17ാമത്തെ വയസ്സിൽ ലയണൽ മെസ്സി കളിച്ചിട്ടുള്ളൂ. അതിൽ 1 ഗോളും അസിസ്റ്റുകളൊന്നുമില്ല. അതേസമയം ലാമിൻ യമാൽ വണ്ടർ കിഡ്, എൻ്റെ പോനെ, 100 മാച്ച് 100 അപ്പിയറൻസ് ആയി, അതിൽ 22 ഗോളുകളും 33 അസിസ്റ്റുകളും, 17 വയസ്സ്. ഈ ഒരു ഫോം കീപ്പ് ചെയ്യണം. കാരണം വളർന്നു വരുന്ന ഒരു എന്താ പറയാ, ഒരു ഗോട്ടാവാൻ എല്ലാവിധ ക്വാളിറ്റിയുമുള്ള ഒരു പ്ലെയർ തന്നെ ലാമിൻ യമാൽ. ഒരു രക്ഷയില്ല മോനെ, എന്ത് പെർഫോമൻസ്. ലാമിൻ യമാലിന് ഇന്നത്തെ കളി വെച്ച് നോക്കിയാൽ കഴിഞ്ഞ കളി റയൽമാന്റെ മറ്റൊരു കളിയിൽ ഓൾമയായിരുന്നു ആ ഒരു ലാമിൻ യമാലിന്റെ ആ പൊസിഷൻ കീപ്പ് ചെയ്തത്. കാരണം അല്പം ലാമിൻ യമാൽ ഒരു പിന്നോട്ട് വലിയ കളിക്കുകയും ഓൾമ അധികം മുന്നോട്ട് ഇറങ്ങി കളിക്കുകയായിരുന്നു. പക്ഷെ ഇന്നലത്തെ കളിയിൽ ഞാൻ അറ്റാക്കുകൾ ചെയ്യാം, ലാമിൻ യമാലിന്റെ ആ ഒരു ബോഡി ലാംഗ്വേജിൽ നിന്ന് മനസ്സിലായി, ഞാൻ അറ്റാക്ക് ചെയ്യാം. കാരണം ഓൾമോ ഒരല്പം ബേക്കറിന്ന് കളിക്കുന്നു, ലാമിൻ യമാൽ അല്പം ഫ്രണ്ടിലോട്ട് ഒരു മുന്നിൽ അഡ്വാൻസ് ആയിട്ട് ലാമിൻ യമാൽ കളിക്കുന്നു. ഇന്നലത്തെ ആ ഒരു ലാമിൻ യമാലിന്റെ പ്രകടനം, ഡംഫ്രീസിനെ ബാസ്റ്റോണിയൊക്കെ മറികടന്നുള്ള ഗോള് 4-5. അതും ആ ഗോളിന് വരാൻ മുമ്പ് അവിടെ മിഖിറ്റാരിയനും തുറാമിനെയുമാണ് ലാമിൻ യമാൽ അവിടെ ഡ്രിബിൾ ചെയ്ത് പാസ് ചെയ്യുന്നത്. പിന്നെ 4-5 ഡിഫൻഡർ. ആ ഗോൾ ഒരു രക്ഷയില്ലാത്ത ഗോള്, എൻ്റെ മോനെ, ഒരു രക്ഷയില്ലാത്ത ഗോള്. കളിയിലോട്ട് വരികയാണെങ്കിൽ ഇന്നലത്തെ ബാർസലോണ ഡിഫൻഡിൽ ബാർസലോണ ലൈനപ്പ് നോക്കുകയാണെങ്കിൽ കുണ്ടേ, മാർട്ടിനസ്, കുബാർസി, മാർട്ടിൻ ആയിരുന്നു ലൈനപ്പിൽ. ബാക്കിൽ സ്മോക്കി ആയിരുന്നു ഗോൾ കീപ്പർ. മിഡ്ഫീൽഡിൽ ഡിയോങ്, പെഡ്രി, ഓൾമോ. ഫ്രണ്ട് ലൈനിൽ ഫെറാൻ ടോറസ്, റാഫിനിയ, ലാമിൻ യമാൽ, എല്ലാം കിഡ്സ്. പക്ഷേ മറുവശത്ത് നോക്കിയാണ് എൻ്റെ മോനെ, അവന്മാർ ആ ഒരു ഫിസിക്കൽ സ്ട്രെങ്ത് തന്നെ എടുത്ത് പറയേണ്ടത്. കാരണം ഇൻസാഗിക്ക് ഒരു വ്യക്തമായ ഒരു ടാക്ടിക്സ് ഉണ്ടായിരുന്നു തോന്നുന്നു. കാരണം കഴിഞ്ഞ കളിയിൽ ബാർസലോണയ്ക്ക് ഏറ്റവും കൂടുതൽ വീക്ക്നെസ് പോയിന്റ് ആയിരുന്നത് അതൊരു സെറ്റ് പീസ് ടേക്ക് ചെയ്യുന്നതിന് ഒരു വീക്ക്നെസ് പോയിന്റ് ആയിരുന്നു. ആ ഒരു വീക്ക്നെസ് പോയിന്റ് ആയിരുന്നു ഇന്നലത്തെ കളിയിൽ ഇന്റർ മിലാന്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. കാരണം ആ ഒരു പോയിന്റ് ആ വീക്ക്നെസ് പോയിന്റ് അവർ കൃത്യമായി മുതലാക്കിയിരുന്നു. ആ 2 ഗോളും വരുന്നത് ആ ഒരു ഇതിൽ നിന്നാണ്. പിന്നെ ബാർസലോണയെ സംബന്ധിച്ച് ആ ലെഫ്റ്റ് വിങ് മൊത്തത്തിൽ ബാൽഡിന്റെ ആ ഒരു കുറവ് അവിടെ വരുന്നുണ്ട്. ഇന്നലെ ഒരുപാട് മിസ് ചെയ്ത് പിന്നെ ലെവൻഡോസ്കിയാണ്. കാരണം ഇന്ററിന്റെ ആ പ്ലേയേഴ്സിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ അവരൊപ്പം ഫിസിക്കൽ സ്ട്രെങ്ത് വരുന്നത് നോക്കിയാൽ ബാർസലോണയ്ക്ക് ആരുണ്ട്? ഇനിഗോ മാർട്ടിൻസ് മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി നോക്കിയാൽ എല്ലാം പിള്ളേരാണ്. അതേസമയം ബാസ്റ്റോണി, ഡംഫ്രീസ്, തുറാം, മെക്കിറ്റാരിയൻ, ബറേല, എൻ്റെ മോനെ, അവർ പ്ലേയേഴ്സിന്റെ ആ ഫിസിക്കൽ സ്ട്രെങ്ത് തന്നെ അവർ ആയുധമെന്ന ഇന്നലത്തെ കളിയിൽ നിന്ന് കണ്ടത്. തികച്ചും നെക്സ്റ്റ് ലെഗില് ഒരു 60.67.33 അങ്ങനെയൊക്കെ ഒരു പ്രഡിക്ഷൻ ആണ് എനിക്ക് പറയാനുള്ളത്. കാരണം എന്തായാലും സാൻ മീറയിൽ ഇന്ററിന്റെ ഒരു
ഒരു യുദ്ധക്കളം തന്നെയായിരിക്കും ബാർസലോണയ്ക്ക് സംബന്ധിച്ച്. സെക്കൻഡ് ലെഗിൽ ഒരു യുദ്ധം തന്നെയായിരിക്കും ബാർസലോണയെ സംബന്ധിച്ച്. എനിക്ക് ഇന്നലത്തെ കളിയിൽ, ഇന്നലത്തെ അല്ല 2-3 കളിയിൽ നിന്ന് കണ്ടതെന്ന് വെച്ചാൽ എത്ര ഗോൾ അടിച്ചാലും ബാർസയെ കൊണ്ട് തിരിച്ചടിക്കും എന്ന് കളി കാണുന്നവർക്ക്, ബാർസലോണ കളി കാണുന്നവർ അവരുടെ ഓരോ നീക്കം കാണുമ്പോഴും മനസ്സിലാകും അവരെന്തായാലും എത്ര ഗോൾ അടിച്ചാലും തിരിച്ചടിക്കും. പക്ഷേ ഈ സെറ്റ് പീസിന്റെ ഒരു കുറവ്, സെറ്റ് പീസിന്റെ എബിലിറ്റി, ആ ഫിസിക്കൽ എബിലിറ്റിയാണ് ഇപ്പോൾ ബാർസലോണയെ സംബന്ധിച്ച്. ഓപ്പൺ പ്ലേ, അറ്റാക്കിംഗ് പ്ലേ, പൊസിഷൻ പ്ലേക്ക് ബാർസലോണ ഒരു രക്ഷയില്ല. അതുപോലെ തന്നെ പെഡ്രി, ഇന്നലെ എനിക്ക് തോന്നുന്നു മിഡ്ഫീൽഡിൽ പെഡ്രിയേക്കാൾ അല്പം കൂടെ ഡിയോങ് സൂപ്പറായിട്ട് കളിച്ചു. കാരണം 103 പാസുകളിൽ 3 പാസ് മാത്രമേ മിസ് പാസ് ആയിട്ടുള്ളൂ. ഏരിയൽ വിൻ ചെയ്തു, അതുപോലെ തന്നെ ഇന്റർസെപ്ഷൻ, അതുപോലെ തന്നെ 3 ചാൻസ് ക്രിയേറ്റ് ചെയ്തു. അതേപോലെ തന്നെ പെഡ്രി ചില സമയത്ത് കയറി വരുന്നുണ്ട്. ആ ഒരു പാസിന് ഫസ്റ്റത്തെ ഗോളിന്റെ ആ പാസ് തന്നെ ഒരു രണ്ടാമത്തെ ഗോളാണ് അല്ലെ. ഇപ്പൊ ആ ഒരു റഫിനെ കൊടുക്കുന്ന ഒരു ബ്ലൈൻഡ് പാസ്, ഒരു രക്ഷയില്ലാത്ത പാസ്. പെഡ്രി, ഡിയോങ്, മിഡ്ഫീൽഡൊക്കെ ഓക്കെ തന്നെ. പക്ഷെ എനിക്ക് ഇന്നലത്തെ ആ വീക്ക്നെസ് പോയിന്റ് ബാർസലോണ സെറ്റ് പീസ് തന്നെയായിരുന്നു. ഗോളിലേക്ക് വരികയാണെങ്കിൽ ഗോൾ ഫസ്റ്റ് തന്നെ ഫസ്റ്റ് ഇതിൽ തന്നെ അവർ അറ്റാക്ക് ചെയ്ത് കളിക്കുന്നുണ്ട്. ഫസ്റ്റ് ക്രോസ്, ഡംഫ്രീസിന്റെ ഭാഗത്ത് ഒരു ക്രോസ് വരുന്നുണ്ട്. അവിടെ മാർട്ടിന്റെ കാലിലൂടെ ആ ബോൾ പോകുന്നു. പക്ഷെ അവിടെ കോണ്ടെ അത് ക്ലിയർ ചെയ്യുന്നു. ആ ഒരു ഇടത് കാലുകൊണ്ടാണ് കോണ്ടെ ക്ലിയർ ചെയ്യുന്നത്. പക്ഷെ അവിടെ ഡേഞ്ചർ മാറുന്നില്ല. വീണ്ടും അതേ ഡംഫ്രീസിന്റെ ക്രോസ്, അതേ സെയിം ബോൾ ക്രോസ് ആവുന്നുണ്ട്. തുറാമിന്റെ ബാക്ക് ഹീൽ, സ്മോക്കിക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. കാരണം ബ്ലൈൻഡ് വ്യൂ ആണ് അവിടെ. സൂപ്പർ ഗോൾ ഫസ്റ്റിലെ തന്നെ ഞെട്ടിച്ച് കളഞ്ഞ്. പിന്നെ ഇത്ര തന്നെ ഇന്ററിന്റെ ആ ഒരു ഡിഫൻഡ് എടുത്ത് നോക്കിയാൽ തന്നെ 9, 10, 11 പേരും ആ ഇന്ററിന്റെ ബോക്സ് തന്നെ ഡിഫെൻഡ് ചെയ്യുന്നുണ്ട്. ബാർസലോണ പ്ലേയേഴ്സിനെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ആ ക്രോസുകളൊക്കെ അവർ ക്ലിയർ ചെയ്യുന്നുണ്ട്. എനിക്ക് ഇന്നലെ ലെവൻഡോസ്കിനെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. കാരണം ആ ഒരു സ്ട്രൈക്ക് പോയിന്റ് ലെവൻഡോസ്കി ആണെന്ന് വേണ്ടത്. ഇന്റർ മിലാന്റെ അടുത്ത കളി കാണാൻ ചാൻസ് ഇല്ല. എങ്കിലും കൂണ്ടെ ഇന്നലെ പരിക്ക് പറ്റി. ബ്രൈൽഡ് ഇന്നലെ അടുത്ത കളി വരാൻ ചാൻസ് ഉണ്ട്. പക്ഷെ എങ്കിലും ഇന്ററിന്റെ ആ ഡിഫൻഡിൽ നിന്നും അവർ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. 48ാമത്തെ മിനിറ്റ് ആണെന്ന് തോന്നുന്നു. ആ ഒരു ഇന്ററിന്റെ ഒരു ഇത് വരുന്നുണ്ട്, ഒരു അറ്റാക്ക് വരുന്നുണ്ട്. അവിടെ നോക്കുമ്പോൾ ബാർസലോണയുടെ 5 പ്ലെയേഴ്സും ഇന്ററിന്റെ 6 പ്ലെയേഴ്സും. ഡംഫ്രീസ് ആണെങ്കിൽ ക്രോസ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുകയാണ്. ഒരു ടെൻഷൻ ലഭിച്ച ഒരു രംഗം തന്നെ ആ 48ാമത്തെ മിനിറ്റിൽ വന്നത്. പക്ഷെ അവിടെ ഇനിഗോ മാർട്ടിനസിന്റെ ഒരു സൂപ്പർബ് ടാക്കിൾ, സൂപ്പർബ് ഇന്റർസെപ്ഷൻ വരുന്നുണ്ട്. അതൊരു രക്ഷ തന്നെയാണ്. കാരണം ആ ഒരു ബോൾ ക്രോസ് ചെയ്യുന്നെങ്കിൽ അവിടെ എന്തെങ്കിലും സംഭവിച്ചേനെ ആ ഒരു സമയത്ത്. പിന്നെ രണ്ടാമത്തെ ഗോൾ നോക്കുകയാണെങ്കിൽ രണ്ടാമത്തെ ഗോളിൽ കോർണറിൽ നിന്ന് ഡംഫ്രീസിന്റെ, എന്റെ മോനെ, ഒരു രക്ഷയില്ലാത്ത ഗോൾ. 2 ഗോളും വേൾഡ് ക്ലാസ് ഗോള്. ആ ഒരു ഹൈറ്റ്, ഡംഫ്രീസിന്റെ കാലിന്റെ ഹൈറ്റ് വെച്ച് നോക്കുമ്പോൾ അവിടെ ആ സമയത്ത് ഡിഫെൻഡ് ചെയ്യാൻ പെഡ്രിയാണ് വന്നത്. പെഡ്രിന്റെ തലയ്ക്ക് മുകളിലാണ് ഡംഫ്രീസിന്റെ കാല്. സൂപ്പർബ് ഗോൾ. അവിടെ ഈ സ്മോക്കി ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. കാരണം അതും ഒരു സൂപ്പർബ് ഗോൾ തന്നെ. പിന്നെ അവിടെയാണ് പെഡ്രിയും ലാമിൻ യമാൽ സ്റ്റെപ്പ് ചെയ്യുന്നത്. പെഡ്രി ഒരുവിധം ആ സമയത്ത് പെഡ്രീനെ എനിക്ക് തോന്നുന്നു തുറാമും അതുപോലെ തന്നെ ഡിമാർക്കോ ആണെന്ന് തോന്നുന്നു. അവിടെ പെഡ്രീനെ ആ സമയത്ത് മാർക്ക് ചെയ്യുന്നത്. പക്ഷെ ആ ഒരു പ്രസ്സിങ്ങിനിടയിലും പെഡ്രി ബോഡി കൊണ്ട്, ഇത്ര തടിമാടന്മാരിടയ്ക്കും ആ കൊച്ചു പയ്യാൻ ആ ബോഡി കൊണ്ട് ഇത് ചെയ്യുന്നുണ്ട്, ബോൾ കവർ ചെയ്യുന്നുണ്ട്. ആ ഒരു ഇതിൽ അവൾ പാസ് നേരെ ലാമിൻ യമാൽ നൽകുന്നുണ്ട്. പിന്നെയാണ് ലാമിൻ യമാലിന്റെ ഡാൻസിങ് യമാലിന്റെ ആ മൂവ്മെന്റ്. അവിടെ മിക്കിറ്റാരിയനെയും തുറാമിനെയും വെട്ടിച്ച് മുന്നിലോട്ട് പോകുന്നുണ്ട്. ആ സമയത്ത് 1, 2, 3 ബാസ്റ്റോണിയും സഹിതമുള്ള 5 ഡിഫൻഡേഴ്സ് അവിടെ നിൽപ്പുണ്ട്. അവരെയൊക്കെ ഇത് ചെയ്തുകൊണ്ട് ഒരു സൂപ്പർബ് ഗോള്, സോംബറിനെ ഒന്നും ചെയ്യാൻ പറ്റിയ രീതിക്ക് ഒരു സൂപ്പർബ് ഗോള് ലാമിൻ യമാലിന്റെ വക. 17 വയസ്സ്. ഇൻസാഗി അതിന് ശേഷം പറയുന്നു, ലാമിൻ യമാൽ ഒരു ഗ്രേറ്റസ്റ്റ് പ്ലെയർ, ഒരു രക്ഷയില്ലാത്ത പ്ലെയർ ഇൻസാഗി വാർത്താ സമ്മേളനത്തിന് മുമ്പ് പറയുന്നത്. അതിനുശേഷം ഒരു പോസ്റ്റിലൂടെ എർലിംഗ് ഹാലൻഡ് തന്നെ പറയുന്നു, ലാമിൻ യമാൽ എന്റെ മോനെ എന്ത് ചെറുക്കൻ. പിന്നെ അതിനുശേഷം ലാമിൻ യമാലിന്റെ ഒരു മൂവ്മെന്റ് വരുന്നു. അവിടെ ഡിമാർക്കോയും അവിടെ ബാസ്റ്റോനെയും ഇത് ചെയ്തുകൊണ്ട് ആ ഒരു പോസ്റ്റിന്റെ ആ ലെഫ്റ്റ് വിങ്ങിൽ നിന്ന് റൈറ്റ് വിങ്ങിൽ നിന്ന് ഒരു എന്താ പറയാ, ആ എഡ്ജിൽ നിന്ന് ഒരു ഒട്ടും നല്ലൊരു വ്യൂ അല്ലാത്ത സൈഡിൽ നിന്ന് ഒരു ഷോട്ട് അടിക്കുന്നുണ്ട്. 2 പേരെ കബളിപ്പിച്ചുകൊണ്ട് ആ ഒരു പോസ്റ്റിന്റെ സൈഡിൽ നിന്നൊരു ഷോട്ട് അടിക്കുന്നുണ്ട്. അവിടെ സോമറിന്റെ ആ ഒരു ഫിംഗർ ടിപ്പ് മാത്രമാണ് അത് ഗോളാകാതെ പോയത്. അത് ഗോളായിരുന്ന എന്റെ മോനെ, ഒരു ഇന്നലത്തെ നാലാമത്തെ വേൾഡ് ഗോളായി പോയ ആ ഒരു സിറ്റുവേഷൻ. ഒരു രക്ഷയില്ല ലാമിൻ യമാൽ. കാരണം
ഞാൻ അറ്റാക്ക് ചെയ്യാം, ഞാൻ മുന്നിൽ നിന്ന് നയിക്കാം, അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജ് നിന്ന് ഞാൻ മുന്നിൽ നിന്ന് നയിക്കാം എന്ന് ആ ഒരു ഇന്നലത്തെ കളിയിൽ നിന്ന് എടുത്തു പറയുന്നുണ്ട്. ഞാൻ മുന്നിൽ നിന്ന് നയിക്കാമെന്ന് എടുത്ത് പറയുന്നുണ്ട്. ആ ഒരു സംഭവമല്ല ഇന്നലത്തെ മൊത്തം നോക്കിയാൽ ലാമിനെ ഒരു രക്ഷയില്ലാത്ത കളി. അതിനോടൊപ്പം തന്നെ അടുത്ത് വരുന്നത് ഡിയോങ്ങും പെഡ്രിയും, അതുപോലെ തന്നെ റാഫിനിയുടെ 3ാമത്തെ ഗോൾ. അതിനു മുമ്പ് 2ാമത്തെ ഗോൾ വരുന്നുണ്ട്. പെഡ്രി ഒരു ബ്ലൈൻഡ് പാസ് റാഫിന്യക്ക് നൽകുന്നുണ്ട്. റാഫിന്യ ഒരു സിമ്പിൾ ക്രോസ് അവിടെ വരുന്നുണ്ട്, ഷാർക്ക് അവിടെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്, അവിടെ 2ാമത്തെ ഗോൾ വരുന്നുണ്ട്. പിന്നെ 11ാമത്തെ മിനിറ്റിൽ ഒരു ചാൻസ് വരുന്നുണ്ട്, ഷാർക്കിന്റെ ചാൻസ് വരുന്നുണ്ട്. പക്ഷെ അവിടെ ഷാർക്ക് ഷോട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ അവിടെ ഓൾമയ്ക്ക് ഒന്ന് പാസ് ചെയ്യാമായിരുന്നു. ഓൾമ ഒരു അല്പം കൂടെ അഡ്വാൻസ് ആയിട്ട് അവിടെ നിൽപ്പുണ്ടായിരുന്നു. ഓൾമയ്ക്ക് ഒന്ന് പാസ് ചെയ്യാമെന്ന്. പക്ഷെ അതിന്റെ ഷോട്ട് ബോളും പോസ്റ്റുമായിട്ട് തട്ടിയൊരു സൈഡിലൂടെ പോകുന്നുണ്ട്. പോസ്റ്റ് തട്ടിയില്ല, പക്ഷെ സൈഡിലൂടെ പോകുന്നത് നല്ലൊരു ചാൻസ് ആയിരുന്നു. പക്ഷെ അവിടെ ഓൾമയ്ക്ക് പാസ് ചെയ്യാമായിരുന്നു തോന്നിപ്പോയി. പക്ഷെ എങ്കിലും അവര് ഇത്ര ഡിഫെൻഡ് ചെയ്തിട്ടും പക്ഷെ അറ്റാക്കിലോട്ട് ഇന്റർ വരുന്നുണ്ട്. കുറെ 2-3 അവർ 7 ഷോട്ടുകൾ അടിക്കുന്നുണ്ട്, 3 ഓൺ ടാർഗറ്റുകൾ, 3 ഗോളുകൾ, അതും വേൾഡ് ക്ലാസ് ഗോളുകൾ. പിന്നെ അങ്ങനെ 2-2 എന്ന് സമനിലയിൽ പിരിയുന്നു. പിന്നെ 48ാമത്തെ മിനിറ്റിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഇൻസിഡന്റ് വരുന്നുണ്ട്, ഒരു ഗോള്. പക്ഷെ അവിടെ ഇനിഗോ മാർട്ടിനൻസിന്റെ ഒരു സൂപ്പർബ് ഇന്റർസെപ്ഷൻ അവിടെ വരുന്നുണ്ട്. പിന്നെ ഒരു സിറ്റുവേഷൻ തന്നെ ആ ഒരു ബാൾഡിന്റെയും റാഫിന്റെയും പൊസിഷൻ നോക്കിയാൽ ബാൾഡ് ഒരു അല്പം കൂടെ അറ്റാക്ക് ചെയ്ത് മുന്നോട്ട് വരും. അവിടെ ഇന്നലെ ആ ഒരു സമയത്ത് ഒരു പെഡ്രിയുടെ ഒരു ക്രോസ്, പെഡ്രിയുടെ ഒരു പാസ് റാഫിന്യ ടേക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു ആ സമയത്ത് അവിടെ ബാൾഡിനെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. കാരണം റഫിന്യ നിൽക്കുന്ന ആ ഒരു പൊസിഷൻ വെച്ചാൽ ബാൾഡിനെ സംബന്ധിച്ച് ബാൾഡാണ് ആ പൊസിഷൻ വന്നത്. റഫിന്യ അല്പം കൂടെ അഡ്വാൻസ് ആയിട്ടാണ് നിൽക്കുന്നത്. പക്ഷെ ബാൾഡിന്റെ ഒരുപാട് മിസ് അവിടെ ഇന്നലെ ആ ഒരു ലെഫ്റ്റ് വിങ്ങിൽ വരുന്നുണ്ട്. അടുത്ത കളിയിൽ ബാൾഡ് വരാൻ സാധ്യതയുണ്ട് എന്നാണ് കാണുന്നത്. പക്ഷെ എങ്കിലും ബാൾഡ് വന്നാൽ ഒന്നും കൂടെ ആ ഒരു ലെഫ്റ്റ് വിങ് ഉഷാറാവും, റാഫിന്യ ഒന്നും കൂടെ ഒന്ന് ഫ്രീ ആവും. അങ്ങനെ സെക്കൻഡ് ഹാഫിൽ പിന്നെ ഒരു കോർണറിൽ നിന്ന് ആണ് വീണ്ടും ഡംഫ്രീസ് ഒരു ഗോൾ നേടുന്നത്. അങ്ങനെ 3-2 എന്നൊരു സ്കോർ ലൈനിൽ ബാർസലോണ വരുന്നുണ്ട്. അവിടെ വീണ്ടും ഒരു റെമൻഡോട വരുന്നുണ്ട്, അതും റാഫിന്യയുടെ ഒരു റോക്കറ്റ് ഷോട്ട്, ഒരു സൂപ്പർബ് ഷോട്ട്. അവിടെ ആ പോസ്റ്റ് കെട്ടി സോമറിന്റെ ഓൺ ഗോൾ ആവണാണ് അവർ ചെയ്യുന്നത്. പിന്നെ 74ാമത്തെ മിനിറ്റ് ആണെന്ന് തോന്നുന്നു ആ ഓഫ് സൈഡ് ഗോൾ വരുന്നത്. അവിടെ നോക്കിയാലും ആ ഡംഫ്രീസിന്റെ ആ ക്രോസ്, അവിടെ 4-5 പേരാണെന്ന് തോന്നുന്നു ആ ക്രോസിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. പക്ഷെ അവിടെ ഒരു ഓഫ് സൈഡ് ഗോൾ വരുന്നു, അത് ഗോളാവുന്നുണ്ട്. പക്ഷെ ഒരു ഓഫ് സൈഡ് ഗോൾ വരുന്നുണ്ട്. ഒരു മൈന്യൂട്ടായിട്ടുള്ള ആ ബൂട്ടാണ് അവിടെ ഓഫ് സൈഡ് ആവുന്നതാണെന്ന് തോന്നുന്നു. അവിടെ അങ്ങനെ ഓഫ് സൈഡ് ഗോൾ വരുന്ന ആ ഗോള് ഡിസോളോട് ചെയ്യുന്നുണ്ട്. എങ്കിലും ഇന്നലത്തെ കളി ഒരു രക്ഷയില്ലാത്ത കളി. അത് ഡംഫ്രീസിന്റെ വേൾഡ് ക്ലാസ് ഗോൾ, അതുപോലെ തന്നെ ലാമിൻ യമാൽ ഒരു രക്ഷയില്ലാത്ത വേൾഡ് ദ ബെസ്റ്റ്. ആ ഒരു സമയത്ത് ഒരു പോസ്റ്റ് ഉണ്ട്, ആ ഒരു ലാമിൻ യമാലിന്റെ ഒരു പോസ്റ്റ് ഉണ്ട്, വേൾഡ് ബെസ്റ്റ് എന്ന് പറയുന്ന പോസ്റ്റ്. കറക്റ്റ് അർത്ഥമാക്കുന്ന ഒരു പോസ്റ്റ് ആണ് ഇന്നലത്തെ ആ ഒരു പ്ലേയിങ്. എങ്കിലും സെക്കൻഡ് ലെഗ് എന്ത് ചെയ്യും, സെക്കൻഡ് ലെഗ് എങ്ങനെ ആയിരിക്കും, ഒരു പ്രതീക്ഷയില്ലെന്ന് വെച്ചാൽ പ്രതീക്ഷയിൽ അങ്ങനെയല്ല. എങ്കിലും ഇവരെ ഒരു പെർഫോമൻസ് വെച്ച് നോക്കുമ്പോൾ അടിക്കും, എന്തായാലും ഗോൾ അടിക്കും, ബാർസലോണ അടിക്കും. കാരണം അവരെ ഓരോ കളിയിൽ നിന്നും ഒന്നടിച്ചാൽ ഞങ്ങൾ ഒന്ന് തിരിച്ചടിക്കും, രണ്ടടിച്ചാൽ ഞങ്ങൾ വീണ്ടും അടിക്കും എന്നൊരു അവരെ കളിയിൽ നിന്നും അറ്റാക്ക്, ഒരു ഫ്രീ ഫ്ലോയിങ് അറ്റാക്ക് തന്നെയാണ്. അതുപോലെ തന്നെ പൊസിഷൻ ഫുട്ബോൾ തന്നെയാണ്, ഒരു കൗണ്ടർ അറ്റാക്ക് വരുന്നുണ്ട്. പക്ഷേ സെറ്റ് പീസിൽ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. സെറ്റ് പീസ് അത് മാത്രമേ ഒരു മൈനസ് പോയിന്റ് ആയിട്ടുള്ളൂ. അപ്പൊ സെക്കൻഡ് ലെഗ് നടക്കുന്നത് ഇന്റർ മിലാന്റെ സാൻ മിറയിൽ വെച്ചാണ്. അവിടെ എന്തും സംഭവിക്കാം. കാരണം ഒരു അഡ്വാൻറ്റേജ് എന്തായാലും ഇന്ററിന് തന്നെയാണ് അഡ്വാൻറ്റേജ് ഉള്ളത്. കാരണം ഇപ്പം ഇന്നലത്തെ കളിയിൽ നിന്ന് ഒരു കാര്യം മനസ്സിലായല്ലോ, സെറ്റ് പീസ് ബാർസലോണയെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല. അവർ ആ ഒരു ഫിസിക്കൽ എബിലിറ്റി തന്നെയാണ് കാരണം. എങ്കിലും ലാമിൻ യമാൽ, റാഫിന്യ, അടുത്ത ഫെറാൻ ടോറസ് ആയിരുന്നാലും ഇനിയിപ്പം മിഡ്ഫീൽഡ് ആയിരുന്നാലും പെഡ്രിയിലെല്ലാം ഒരു വിശ്വാസമുണ്ട്, തിരിച്ചു വരുമെന്നൊരു വിശ്വാസമുണ്ട്. എങ്കിലും സൂപ്പർബ് മാച്ചാണ് ഇന്നലത്തെ സെമിഫൈനൽ, ഒരു സൂപ്പർബ് മാച്ച് തന്നെയാണ് കാണാൻ സാധിച്ചത്. അപ്പം പുതിയൊരു വീഡിയോ കാണുന്നവരെയും നമസ്കാരം.